ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ ബോളാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. അത് തയ്യാറാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ല, അതിനേക്കാളും കുറച്ച് ലൂസിൽ വേണം കേട്ടോ ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഈ ഒരു സ്നാക്സ് നമുക്ക് മൈദ മാവിന് പകരമായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിത് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം ഓയിലൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം വിട്ടുപോയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കണം. ആ ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണ വരയ്ക്ക് അതൊന്ന് മാറ്റി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഫില്ലിംഗ് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലോണമൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരയ്ക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 2 സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാളൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് കളറൊന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. സവാള നല്ലോണമൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാലാണ് ഈ ഒരു സ്നാക്സ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് കേട്ടോ ഞാനിവിടെ ഈ ഒരു സവാള ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ സവാളൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് പോണ വരയ്ക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അടുപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞ് പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഞാൻ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. ഞാനത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ള സോസാണ്. ഇതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ അടുത്താണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ലിങ്കൊക്കെ കൊടുത്തേക്കാം. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അതേ ടേസ്റ്റുള്ളൊരു ടൊമാറ്റോ സോസാണ് കേട്ടോ. വീട്ടിലൊക്കെ സോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തക്കാളിയുടെ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു സോസ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു സോസാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. സോസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 150 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മിക്സി ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലയിൽ ചിക്കനൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് വരുന്ന വിധത്തിൽ വേണം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ ചിക്കന് പകരമായിട്ട് ബീഫ് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. ബീഫിലും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനം കുറച്ച് മല്ലിയില ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്നാക്സിനുള്ള ഫില്ലിങ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് എടുക്കാം കേട്ടോ. ഇതുപോലെ ചെറിയൊരു ഭാഗം എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നല്ല ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് കൈ കൊണ്ടൊന്ന് പരത്തി കൂടെ എടുക്കാം കേട്ടോ. കൈ കൊണ്ട് പരത്തിയെടുക്കുക. അതല്ലെങ്കിൽ ചപ്പാത്തി കല്ലിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുത്താലും മതിയിട്ട്. ഞാനിപ്പോൾ കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. നമ്മൾ കൊഴുക്കട്ടക്കൊക്കെ മാവ് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കില്ല, ആ ഒരു രീതിക്ക് തന്നെ വേണം കേട്ടോ ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. പിന്നെ മൈദമാവ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഇതൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. എന്നാലാണ് ഈ ഒരു സ്നാക്സ് കഴിക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ.
അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്താൽ മതി. നന്നായിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരല്പം ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഓരോന്നും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഉരുട്ടിയിട്ട് വെക്കണ പാത്രത്തിൽ ഒരല്പം ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ ഇതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഞാനിത് എല്ലാതും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ടുള്ള ഓയിലൊക്കെ അതേ നല്ലോണം തന്നെ ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച എണ്ണയിൽ ഇട്ട് കൊടുക്കരുത്. ഒരു മീഡിയം ചൂടിലുള്ള എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ വീണ്ടും ഒരെണ്ണം കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. മൊത്തത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടി പിടിച്ച പോലെ ആവും കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ ഒന്ന് മാറി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരെണ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്സ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതേ രീതിക്ക് തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. നോമ്പ് തുറന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് കേട്ടത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഉൾഭാഗം നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്